Hi students, welcome to our new class and new topic. Last ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ് സ്കീംസ് ആണ്. അതിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഇൻസെൻറ്റീവ് സ്കീമുകളാണ്. അതായത് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമും ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സ്കീംസും. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമിൽ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഒന്ന് ടൈം ബേസ്ഡ് സ്കീമും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ബേസ്ഡ് സ്കീമും. ടൈം ബേസ്ഡ് സിസ്റ്റത്തിൽ മെയിനായിട്ട് 4 സിസ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാൽസി പ്ലാൻ, റോവൻ പ്ലാൻ, എമേഴ്സൺ പ്ലാൻ ആൻഡ് BDX പ്ലാൻ. ഇനി രണ്ടാമത്തെ കാറ്റഗറി, ഫസ്റ്റിൽ തന്നെ രണ്ടാമത്തെ കാറ്റഗറി ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ രണ്ടാമത്തെ ഭാഗമായ പ്രൊഡക്ഷൻ ബേസ്ഡ് ഇൻസെൻറ്റീവ്സ്. ഇവിടെ പ്രധാനമായിട്ടും 3 തരത്തിലാണ്, 3 മെത്തേഡുകളാണ് കൊടുത്തിരിക്കുന്നത് പ്രൊഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻസെൻറ്റീവ് കൊടുക്കുക. ആദ്യത്തെ കേസിൽ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്തു എന്നതിൻ്റെ ബേസിലാണ് 4 പ്ലാനുകൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഏതൊക്കെയാണുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഗാൺസ് ടാസ്ക് സിസ്റ്റം ആൻഡ് തേർഡ് വൺ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് പ്ലാൻസ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യാം, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. നമുക്കറിയാം FW Taylor, he is known as the father of scientific management. He introduced the system of wage payment. അപ്പോൾ ആ പേര് തന്നെ അറിയാം ആരാണ് ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആയ FW Taylor ആണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത? മിനിമം വേജസ് ആർ നോട്ട് ഗ്യാരണ്ടീഡ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വർക്കിന് എന്തില്ല, ഒരു മിനിമം വേജ് അത് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. പകരം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് സ്റ്റാൻഡേർഡ് വർക്ക് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയുടെ ബേസിസിൽ എന്താണ് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്? 2 ഫാക്ടേഴ്സ് ഇവിടെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ടൈമും രണ്ടാമത്തത് സ്റ്റാൻഡേർഡ് വർക്കും. ഇനി if a worker completes the task in the standard time, he is paid a higher rate. ഒരു വർക്കർ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ മുന്നേ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? ഹയർ റേറ്റിൽ പേയ്മെൻറ്റ് അവിടെ കിട്ടും. ഇനി നേരെ തിരിച്ച് ലോവർ റേറ്റ് ഈസ് പെയ്ഡ് ഇഫ് മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ടേക്കൺ. സ്റ്റാൻഡേർഡ് ടൈം പറഞ്ഞതിനേക്കാൾ കൂടുതൽ എടുത്തുകൊണ്ടാണ് അവരവിടെ പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ എന്താ കൊടുക്കുന്നത്? ഒരു ലോവർ റേറ്റ് ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ ബേസ്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്നത്. ഇവിടെ ഓരോ വ്യക്തികൾക്കും എന്ത് കൊടുക്കുന്നില്ല, അതായത് വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഈ ജോലിക്ക് ഇത്ര രൂപ മിനിമം വേജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്ത് മിനിമം വേജ് ഗ്യാരണ്ടീഡ് എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റം ഇതിലില്ല. പകരം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് അവർക്കൊരു സ്റ്റാൻഡേർഡ് ടൈമും സ്റ്റാൻഡേർഡ് വർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ടൈം എന്താണോ ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സ്റ്റാൻഡേർഡ് ടൈം എന്താണോ കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ മുന്നേ തന്നെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എംപ്ലോയിക്ക് ഹയർ റേറ്റ് കൊടുക്കുന്നു. ഇനി നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? തന്ന സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ അധികം സമയം എടുത്തുകൊണ്ടാണ് അവിടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ലോവർ പേയ്മെൻറ്റുമാണ് കിട്ടുന്നത്. അപ്പോൾ അവർ ചെയ്ത പീസ് റേറ്റിൻ്റെ ബേസിൽ മാത്രമാണ് ഇവിടെ അവർക്ക് എന്ത് കിട്ടുന്നത്? ഇൻസെൻറ്റീവ് കിട്ടുന്നത്. ഇവിടെ മിനിമം വേജ് എന്നൊരു സംഭവമേ ഇല്ല. അപ്പോൾ അവർ ചെയ്ത വർക്കിൻ്റെ റിസൾട്ട് മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്? ദിസ് മെത്തേഡ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, സോ ദ വർക്കർ ക്യാൻ കാൽക്കുലേറ്റ് ദ വേജസ് ഈസിലി. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ വർക്കർക്ക് തന്നെ അറിയാൻ പറ്റും എത്ര എനിക്ക് ഈ ജോലി കഴിഞ്ഞാൽ വേജ് കിട്ടും എന്നുള്ളത്. കാരണം സ്റ്റാൻഡേർഡ് ടൈം അറിയുകയാണെങ്കിൽ അത് ബിലോ ആണോ എബവ് ആണോ നോക്കിയാൽ മതിയല്ലോ. ഇറ്റ് ഓഫേഴ്സ് ഗുഡ് ഇൻസെൻറ്റീവ് ടു എഫിഷ്യൻറ്റ് വർക്കേഴ്സ്. ഇത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് വളരെ യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. തേർഡ് പോയിന്റിൽ പറയണത് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. അതുവഴി എന്താ ഉണ്ടാവുന്നത്? മാക്സിമം അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പം പ്രൊഡക്ഷൻ അവിടെ ഇൻക്രീസ് ആവും. എവ്രി വർക്കർ ട്രൈസ് ടു പ്രൊഡ്യൂസ് മോർ. ഓരോ ആൾക്കാരും എന്താ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ടൈം അറിയുന്നത് കൊണ്ട് മാക്സിമം സ്പീഡിൽ അവർ പ്രൊഡക്ഷൻ നടത്താൻ നോക്കും. അപ്പോൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഫോർത്ത് പോയിന്റിൽ ദിസ് സിസ്റ്റം ഈസ് സയൻറ്റിഫിക് ബിക്കോസ് സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഫിക്സ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി.
ഈ ഒരു സിസ്റ്റം വളരെ സയൻറ്റിഫിക് ആണെന്നാണ് പറയുന്നത്. കാരണം ഈ സിസ്റ്റം പ്രകാരം നമ്മൾ സ്റ്റാൻഡേർഡ് ടൈമും വർക്കും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലാണ്? ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയുടെ ബേസിലാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇതിന് കുറച്ച് ഡീമെറിറ്റുകളുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ് ആർ പീനലൈസ്ഡ്. നല്ല എഫിഷ്യൻ്റായി വർക്കേഴ്സിന് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, അതുവഴി അവരുടെ ഇൻസെൻറ്റീവ് കൂട്ടാൻ പറ്റുന്നു. പക്ഷെ അതേസമയം ഇൻഎഫിഷ്യൻ്റ് ആണ് ഒരു വർക്കർ എങ്കിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ലോവർ റേറ്റ്സ് ആർ പേ ടു ദം. അവരെന്തായാലും സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ മുന്നേ അവർ കംപ്ലീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവിടെ പേയ്മെൻറ്റും കുറവായിരിക്കും. പേയ്മെൻറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അവരുടെ മൊറാലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ജലസ്ലി ആൻഡ് ഡിസ്യൂണിറ്റി ഈസ് ക്രിയേറ്റഡ് എമംഗ് വർക്കേഴ്സ്. ഇങ്ങനെ കുറച്ച് പേർക്ക് നല്ല അധിക പൈസയും കുറച്ച് പേർക്ക് കുറവും വരുമ്പോൾ വർക്കേഴ്സിൻ്റെ ഇടയിൽ തന്നെ പരസ്പരം അസൂയയും കുശുമ്പും അതേപോലെ തന്നെ ഒരു ഡിസ്യൂണിറ്റി, അവരുടെ ഇടയിൽ തന്നെ ഒരു ഐക്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. ആൻഡ് തേർഡ് പോയിന്റിൽ പറയുന്നത് വർക്കേഴ്സ് വിൽ ഫീൽ ഇൻസെക്യൂർ ബിക്കോസ് മിനിമം വേജസ് ആർ നോട്ട് ഗ്യാരണ്ടീഡ്. ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നോർമലി വർക്കേഴ്സ് എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്? ഒരു ഇൻസെക്യൂരിറ്റിയാണ്. കാരണം ഈ ഒരു ജോലിയിൽ അവർ പണിയെടുത്താൽ മാത്രമേ അവർക്ക് അവിടെ പൈസ ഉള്ളൂ. കാരണം മിനിമം വേജസ് എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരെപ്പോഴും ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് വർക്കേഴ്സ് ട്രൈ ടു പ്രൊഡ്യൂസ് മോർ. എന്താ ചെയ്യുന്നത്? ഇവിടെ വർക്കേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യുന്തോറും അവർക്ക് കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടുന്നു. അവർ ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കൂടുതൽ പ്രൊഡക്ഷനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഹെൽത്തിനെ ആഡ്വേഴ്സ് ആയിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഫിഫ്ത്ത് വണ്ണിൽ പറയുന്നത് ലേബർ കോസ്റ്റ് ഡിറ്റർമിനേഷൻ ബിക്കംസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് സിൻസ് ഡിഫറെൻറ്റ് റേറ്റ്സ് ആർ പെയ്ഡ് ടു വർക്കേഴ്സ്. ഓരോ വർക്കേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും ചിലപ്പോൾ കൊടുക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല? ലേബേഴ്സ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് സപ്പോസ് 1 ഇയർ ആണ് നമ്മൾ 1 അവറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു എംപ്ലോയി അത് ഒരു 15 മിനിറ്റ്സ് 15 to 20 കൊടുത്തിരിക്കാം, കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 35 മിനിറ്റ്സ് എടുക്കാം, ചിലർ 45 എടുക്കാം, ചിലർ മോർ ദാൻ 1 അവർ എടുക്കാം. അപ്പോൾ ഇവിടെ ഓരോ റേറ്റുകളായതുകൊണ്ട് അവർക്ക് എന്ത് കണക്കാക്കാൻ പറ്റില്ല? അതിൻ്റെ ആക്ച്വൽ ലേബർ കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് ഫസ്റ്റ് പ്ലാന്, പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻസെൻറ്റീവിൽ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് പോയിന്റിൽ ഗാൺസ് ടാസ്ക് സിസ്റ്റം. ഇനി ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് HL ഗാണ്ട് ആണ്, ഹു വാസ് ക്ലോസ് അസോസിയേറ്റ് ഓഫ് FW ടൈലർ. അണ്ടർ ദിസ് സിസ്റ്റം minimum wages are guaranteed for taking standard time or more. A person take less than the standard time, he gets time wages plus bonus. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗാണ്ട് എന്ന് പറയുന്നത് HL ഗാണ്ട് എന്ന് പറയുന്നത് ഈ FW ടൈലറുടെ വളരെ അസോസിയേറ്റ് ആയിട്ടുള്ള, അദ്ദേഹത്തിനോട് വളരെ അടുപ്പമുള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ ചെറിയൊരു വ്യത്യാസം അദ്ദേഹം കൊണ്ടുവന്നത് ഇവിടെ മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു എംപ്ലോയി ആണോ അവരുടെ വർക്ക് സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ മുന്നേ, ആദ്യത്തിന് മുന്നേ തന്നെ അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്കപ്പോൾ ഈ മിനിമം വേജും കിട്ടും പ്ലസ് അതിൻ്റെ ബോണസും അവിടെ കിട്ടുന്നു. അതാണ് സെക്കൻഡ് ടൈപ്പായിട്ടുള്ള ഗാൺസ് ടാസ്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കമ്പയർ ചെയ്യുമ്പം ഇവിടെ മിനിമം വേജസ് കിട്ടുന്നുണ്ട്, പിന്നെ ആരാണോ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് അവർക്ക് അതിനോട് കൂടിയിട്ട് ബോണസ് കൂടി കിട്ടുന്ന സിസ്റ്റമാണ് രണ്ടാമത്തത്. അപ്പോൾ അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഫിക്സ് ടു കംപ്ലീറ്റ് ദ വർക്ക്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലേബർ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കൂടുതലായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഹി ഗെറ്റ്സ് വേജസ് ഓൺ അവർലി റേറ്റ്. അപ്പോൾ അവിടെ വേജ് കിട്ടുന്നത് എങ്ങനെയാണ്? ഓരോ അവറിൻ്റെ ബേസിൽ, ഓരോ മണിക്കൂറിൻ്റെ ബേസിൽ അവർക്ക് പേയ്മെൻറ്റ് അവിടെ കിട്ടുന്നു. നെക്സ്റ്റ്, എ ബോണസ് റേഞ്ചിങ് ഫ്രം 25% to 50% ഈസ് പെയ്ഡ് ഫോർ കംപ്ലീറ്റിംഗ് ദ വർക്ക് ഇൻ ലെസ് ദാൻ ദ സ്റ്റാൻഡേർഡ് ടൈം. സ്റ്റാൻഡേർഡ് ടൈം പറയുന്നതിനേക്കാട്ടിലും മുന്നേ നമ്മൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 25% to 50% വരെയൊക്കെയാണ് ആ എംപ്ലോയിക്ക് കിട്ടുന്ന ബോണസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ 2 റേഞ്ചാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് 25 to 50 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം ഇവിടെ ഫിക്സ്ഡ് ആണ്. അതേപോലെ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർലി റേറ്റിൽ കിട്ടുന്നു. പിന്നെ അവർക്ക് കിട്ടുന്ന ബോണസിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 25% to 50% ആണ്. ഇനി ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഇതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതേപോലെ തന്നെ മിനിമം വേജ് ഇവിടെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര എഫിഷ്യൻ്റ് അല്ലാത്ത വർക്കേഴ്സ് ആണെങ്കിലും അവർ അത്യാവശ്യം ഒരു സെക്യൂരിറ്റി അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നു. നെക്സ്റ്റ്, എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ആണെച്ചാലോ അവർ കൂടുതലായിട്ട് മോട്ടിവേറ്റഡ് ആവുന്നു. കാരണം അവർക്ക് മിനിമം വേജും കിട്ടും, അതിൻ്റെ ഒപ്പം തന്നെ എത്ര ടൈം അവർ സേവ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് ബോണസും കിട്ടുന്നു. ഇനി അപ്പോൾ പ്രൊഡക്ഷൻ അവിടെ കൂടുന്നു, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. ഇനി ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ദ സിസ്റ്റം ഓൾസോ ക്രിയേറ്റ്സ് ഡിസ്യൂണിറ്റി എമംഗ് വർക്കേഴ്സ്. ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നാലും വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു ഡിസ്യൂണിറ്റി ഉണ്ടാവുന്നുള്ളൂ. സോ ഇറ്റ് വിൽ റിട്ടാർഡ് ദ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റിൽ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് പ്ലാൻ. ഇത് നമ്മുടെ ടൈലറുടെ സിസ്റ്റത്തിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. ദിസ് പ്ലാൻ ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ദ ടൈലർ സിസ്റ്റം വിത്ത് 3 ഇൻസ്റ്റെഡ് ഓഫ് 2 റേറ്റ്സ്. നമ്മൾ ആദ്യം പഠിച്ചത് ഒരു 2 റേറ്റ് ആണ് ഇവിടെ പറയുന്നത്. അതിനെക്കാട്ടിലും അതായത് 3 ഇൻസ്റ്റെഡ് ഓഫ് 2 റേറ്റ്സ്. ഇവിടെ 3 വകഭേദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വർക്കേഴ്സ് പ്രൊഡ്യൂസിങ് ലെസ് ദാൻ 83% ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആർ പെയ്ഡ് അറ്റ് എ ബേസിക് പീസ് റേറ്റ്. ഏതെങ്കിലും ഒരു വർക്കർ 83%നേക്കാൾ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള പീസ് റേറ്റ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. ഇനി ആരാണോ 83% മുതൽ 100% വരേക്ക് വർക്ക് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്നത് 110% ഓഫ് ദ ബേസിക് പീസ് റേറ്റ് ആണ്. ബേസിക് പീസ് റേറ്റ് എത്രയാണോ അതിൻ്റെ 110% കൂടി ബോണസായി കിട്ടുന്നു. ആരാണോ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്, വർക്കേഴ്സ് പ്രൊഡ്യൂസിങ് മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആർ പെയ്ഡ് അറ്റ് 120% ഓഫ് ദ ബേസിക് പീസ് റേറ്റ്. അതിലും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 120% ആയിരിക്കും ബേസിക് പീസ് റേറ്റിൻ്റെ അവർക്ക് വേജ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് മെറിക്കിൻ്റെ മൾട്ടിപ്പിൾ പീസ് റേറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 3 കാറ്റഗറി കാണാം. 83% ഉണ്ട്, 83 to 100 ഉണ്ട്, അതേപോലെ തന്നെ മോർ ദാൻ 120% ഇവിടെ വരുന്നുണ്ട്, 110% വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജാണ് ഇവിടെ വ്യത്യാസമായിട്ട് പറയാനുള്ളത്. കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദ സിവിയറിറ്റി ഓഫ് ടൈലേഴ്സ് പ്ലാൻ. ആ ടൈലർ പ്ലാനിൻ്റെ ആ ഒരു സിവിയറിറ്റി ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. കൂടുതൽ യൂസ്ഫുൾ ആണ് സ്കിൽഡ് പേഴ്സൺസിന്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇവിടെയും മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ബെനിഫിഷ്യൽ ആവുന്നില്ല. കാരണം ഇവിടെയും സ്കിൽഡ് പേഴ്സൺസിനാണ് കൂടുതലായിട്ട് എമൗണ്ട് കിട്ടുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കുന്ന ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമിൽ ടൈം ബേസ്ഡും പ്രൊഡക്ഷൻ ബേസ്ഡും ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് വർക്കിൻ്റെ ബേസിസിലാണ്. അതായത് ഇൻസെൻറ്റീവ്സ് ആർ പ്രൊവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് പേഴ്സണൽ പെർഫോമൻസ് ഇൻ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സിസ്റ്റം. ബട്ട് ഇൻ സർട്ടൻ കേസസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് കനോട്ട് ബി മെഷറബിൾ. ചില കേസിൽ നമുക്ക് ഇൻഡിവിജ്വലി അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റില്ല. എ നമ്പർ ഓഫ് പീപ്പിൾ മേ ബി ഇൻവോൾവ് ഇൻ കംപ്ലീറ്റിംഗ് ദ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒറ്റയ്ക്കല്ല, പകരം ഒരുപാട് ആൾക്കാരുടെ ഒരു കൂട്ടായ്മ അവിടെ ആവശ്യമാണ്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഏത് കൊടുക്കുന്നത്, ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീംസിനെക്കാട്ടിലും നമ്മളവിടെ ബെറ്ററായി നമുക്ക് തോന്നുന്നത് എന്താണ്, ഒരു ടീമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സിസ്റ്റമാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കേസിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള മെത്തേഡാണുള്ളത് ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് വേജ് പ്ലാൻ്റെ കീഴിൽ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീസ്റ്റ് മാൻ പ്ലാൻ, രണ്ടാമത്തെ സീലൻ പ്ലാൻ, മൂന്നാമത്തെ കോ പാർട്ട്ണർഷിപ്പ്, നാലാമത്തെ പ്രോഫിറ്റ് ഷെയറിംഗ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രീസ്റ്റ് മാൻ പ്ലാൻ ആണ്. ഇവിടെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഈസ് ഫിക്സ്ഡ് ഫോർ ദ എൻറ്റയർ ഫാക്ടറി. ഒരു ഫാക്ടറിയിൽ വർക്കിന് മൊത്തത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇഫ് പ്രൊഡക്ഷൻ എക്സീഡ്സ് സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡിനെക്കാട്ടിലും കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ബോണസ് കൊടുക്കുന്നു.
ഇറ്റ് വിൽ ക്രിയേറ്റ് എ ടീം സ്പിരിറ്റ് എമംഗ് ദ വർക്കേഴ്സ്. അങ്ങനെ വരുമ്പം ഏത് ടീമാണോ ഏറ്റവും ബെറ്റർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള ഒരു ടീം സ്പിരിറ്റ് അവിടെ വർക്കേഴ്സിൻ്റെ ഇടയിൽ വരുന്നു. ദ മെയിൻ ഡീമെറിറ്റ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഓഫർ ഇൻസെൻറ്റീവ് ടു ഇൻഡിവിജ്വൽ വർക്കേഴ്സ്. ഇവിടെ ഒരിക്കലും ഓരോ ഇൻഡിവിജ്വൽ വർക്കേഴ്സിന് ഒരു ഇൻസെൻറ്റീവും ഓഫർ ചെയ്യുന്നില്ല. പകരം ഗ്രൂപ്പായിട്ടാണ്, ഏത് ടീമാണോ ഏത് ഗ്രൂപ്പാണോ അത് സ്റ്റാൻഡേർഡ് ടൈമിനെക്കാട്ടിലും മുന്നേ തന്നെ അവർ പ്രൊഡക്ഷൻ നടത്തുന്നത് അതിൻ്റെ ബേസിൽ ബോണസ് അച്ചീവ് ചെയ്യുക. ഇതാണ് പ്രീസ്റ്റ് മാൻ പ്ലാൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് സീലൻ പ്ലാൻ. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോസഫ് സീലൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ദിസ് പ്ലാൻ പ്രൊവൈഡ്സ് 1% പാർട്ടിസിപ്പേറ്ററി ബോണസ് ഫോർ എവറി 1% ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി. ഓരോ പെർസെൻറ്റേജ് ഇൻക്രീസും പ്രൊഡക്ടിവിറ്റിയിൽ വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് 1% പാർട്ടിസിപ്പേറ്ററി ബോണസും അവിടെ കിട്ടുന്നു. The bonus is available to all employees except top management. അപ്പോൾ ആർക്കാണ് ഈ ബോണസ് കൊടുക്കുന്നത്? എല്ലാ മെമ്പേഴ്സിനും, ഈ ഒരു ടീമിലെ എല്ലാ മെമ്പേഴ്സിനും, ടോപ്പ് മാനേജ്മെൻറ്റ് ഒഴികെ ബാക്കി വരുന്ന എല്ലാ എംപ്ലോയീസിനും ഈ ബോണസ് അവൈലബിൾ ആണ്. അണ്ടർ ദിസ് പ്ലാൻ ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ബോണസ് ഈസ് നോട്ട് പെയ്ഡ് ഇൻ എവറി മന്ത്. ഈ ഒരു പ്ലാൻ പ്രകാരം എല്ലാ മാസവും ഒന്നും എന്ത് കൊടുക്കില്ല, എൻറ്റയർ ബോണസ് ഇവർക്ക് കൊടുക്കില്ല. 1/2 ഓഫ് ഫസ്റ്റ് 15% bonus earned in any month is set aside as reserve to meet fluctuation in the labor cost. ഓരോ പ്രാവശ്യം കിട്ടുന്നതിൻ്റെ 1/2 ഓഫ് ഫസ്റ്റ് 15% ബോണസ് ഏൺഡ്. ബോണസ് ഏൺ ചെയ്തിരിക്കുന്നതിൻ്റെ 1/2, അതായത് ആദ്യത്തെ 15% അവർ മാറ്റി വയ്ക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ലേബർ കോസ്റ്റൊക്കെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് വല്ല ഫ്ലക്ച്വേഷനൊക്കെ ഭാവിയിൽ വരികയാണെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി അവർ ബോണസിൻ്റെ 15%ൻ്റെ 1/2 അവിടെ മാറ്റി വയ്ക്കുന്നു. ഇൻ കേസ് ദ റിസർവ് റിമെയിൻസ് അൺയൂസ്ഡ്, അതിന് ശേഷം ഈ റിസർവ് പിന്നെയും അൺയൂസ്ഡ് ആയിട്ട് റിമെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർഷം എൻഡ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ദെൻ ദിസ് എമൗണ്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് among employees in the last month of the year and a new fund is created again. ഓരോ വർഷവും ഇങ്ങനെ ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ വർഷം അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വർഷത്തിൻ്റെ എൻഡിൽ തന്നെ എല്ലാ എംപ്ലോയീസിനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പുതിയ വർഷം പുതിയതായിട്ടൊരു ഫണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് സീലൻ പ്ലാൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിൻ്റാണ് കോ പാർട്ട്ണർഷിപ്പ്. ഈ സ്കീം പ്രകാരം എംപ്ലോയീസ് ആർ ഓഫേർഡ് ഷെയർസ് ഓഫ് ദ എൻ്റർപ്രൈസ് അറ്റ് റിഡ്യൂസ്ഡ് റേറ്റ്സ്. ഇവിടെ കമ്പനിയുടെ പാർട്ട്ണറായിട്ട് മാറാനുള്ളൊരു ഓപ്ഷനാണ് എംപ്ലോയീസ് കൊടുക്കുന്നത്. അതായത് കമ്പനിയുടെ ഷെയറിനെ കുറച്ചും കൂടി കുറഞ്ഞ റേറ്റിൽ അവരുടെ എംപ്ലോയീസിന് അവൈലബിൾ ആവുക. ഡ്യൂ ടു ദാറ്റ് എ ഷെയർ ഹോൾഡർ ദേ ആർ എലിജിബിൾ ടു ഷെയർ പ്രോഫിറ്റ്. ഓരോരുത്തരും ഷെയർ പർച്ചേസ് ചെയ്യുക വഴി അവർ എംപ്ലോയീസുമാണ്, അതേസമയം ഷെയർ ഹോൾഡറുമാണ്. അപ്പോൾ ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയറിന് അവർ എലിജിബിളാണ്. ഹിയർ ദ വർക്കർ ഫീൽ ദാറ്റ് ദേ ആർ ദ പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ സമയത്ത് വർക്കേഴ്സിന് എന്ത് ഫീൽ ചെയ്യും? കാരണം അവർ ആ ഷെയർ വാങ്ങിക്കൊണ്ട കമ്പനിയുടെ തന്നെ ഓണറായിട്ട് മാറുന്നു. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് അവരുടെ ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗമാണ് എന്നൊരു തോന്നൽ അവർക്ക് അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും? നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് വരുന്ന ആദ്യത്തെ 3 പോയിൻറ്റുകൾ. ഇനി ഒരു പോയിൻ്റ് കൂടിയുണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് 4th പോയിൻ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് വരുന്ന പ്രൊഡക്ഷൻ ബേസ്ഡ് ഇൻസെൻറ്റീവ് പ്ലാനും അതേപോലെ ഗ്രൂപ്പ് ഇൻസെൻറ്റീവിലെ ഫസ്റ്റ് 3 പോയിൻറ്റ്സുകളും പ്രീസ്റ്റ് മാൻ പ്ലാൻ, സീലൻ പ്ലാൻ ആൻഡ് കോ പാർട്ട്ണർഷിപ്പ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.